Hello, ladies and gentlemen. Welcome to Alvin's Opinion. And നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് വന്നിരിക്കുകയാണ്. ആൻഡ് വീഡിയോ കാണുന്നതിന് മുമ്പ് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക എന്ന് പറയണമെന്നുണ്ട്. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ടു ദ റിവ്യൂ. അപ്പോൾ ഞാൻ ഇന്നലെ കണ്ട ഒരു പടമാണ് നമ്മൾ തല ഫാൻസ്. ഞാനൊരു തല ഫാനാണ്. ഞാൻ കുറേ പേരുടെ ഫാൻസാണ്. അപ്പോൾ അതിൽ ഒരാളാണ് തല മുടിക്കിയത്. സോറി, അജിത് കുമാറിൻ്റെ പുതിയ പടം ഗുഡ് ബാഡ് അഗ്ലി. അപ്പോൾ GBU. പക്ഷേ ഇതിനകത്ത് സിനിമയിൽ ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറയുമ്പോൾ GBUവിന് പകരം ഗോഡ് ബ്ലെസ് യു എന്നാണ്. അപ്പോൾ അത് ഞാൻ കണ്ടു. ആൻഡ് സിനിമയെക്കുറിച്ച് പറയാനാണെങ്കിൽ എടുത്തു പറയാൻ കുറേ കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു കാര്യം, എൻ്റെ അഭിപ്രായം ഞാൻ പറയാം. നിങ്ങളൊരു അജിത് ഫാനാണോ, യു ക്യാൻ ഗോ വാച്ച് ദിസ് മൂവി. നിങ്ങൾക്ക് ഈ സിനിമയിൽ ലോജിക്ക് നോക്കണ്ട, കഥ നോക്കണ്ട എന്നുള്ളൊരു ആളാണ്, അതായത് ജസ്റ്റ് ഫൺ വൈബിനെ കാണാൻ പോകുന്നൊരു പടമാണോ, നിങ്ങൾക്ക് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം. നിങ്ങൾക്ക് മാർക്ക് ആൻ്റണി എന്നാണ് സിനിമ. അതായത് ഈ സിനിമയുടെ ഡയറക്ടർ അജിത് രവിചന്ദ്രൻ്റെ ഇതിന് പ്രീവിയസ് ആയിട്ട് അടുത്ത പടമാണ് മാർക്ക് ആൻ്റണി. ആ ഒരു പടം ഇഷ്ടമുള്ളവർക്ക് ഈ സിനിമയ്ക്കും പോവാം. ഓക്കെ, അപ്പോൾ ഈ 3 കാറ്റഗറീസിൽ പെടുന്ന ആൾക്കാർക്ക് ഈ സിനിമ ഗംഭീരമായി ഇഷ്ടപ്പെടും. അല്ലാത്ത പക്ഷം നിങ്ങൾ വെറുതെ ടിക്കറ്റ് കാശ് കളഞ്ഞു എന്ന് മാത്രമേ നിങ്ങൾ പറയത്തുള്ളൂ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇതിനകത്ത് ഇനി പരിപാടിയിലേക്ക് കിടക്കാം. ഈ സിനിമയിലെ എന്താ പറയുക, ഡയറക്ടർ കം റൈറ്റർ അജിത് രവിചന്ദ്രൻ. ഇങ്ങനൊരു ഡൈ ഹാർഡ് അജിത് ഫാനാണ്. അത് പുള്ളി കുറേ ഇൻ്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ഫാൻ വേറൊരു കുറച്ച് പുള്ളിയുടെ ഐഡലിനെ വെച്ചിട്ട് പുള്ളിയുടെ ഐഡലിൻ്റെ ഫാൻസിന് വേണ്ടി ട്രീറ്റ് കൊടുത്തു. അതാണ് ഗുഡ് ബാഡ് അഗ്ലി. അത്രേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ള അത്രേ ഉള്ളൂ. ഒരു ഫാൻ മറ്റുള്ള ഫാൻസിന് വേണ്ടി ട്രീറ്റ് കൊടുത്തു. അതാണ് ഗുഡ് ബാഡ് അഗ്ലി. ആൻഡ് ഈ സിനിമയിൽ കഥ ശോകമാണ്. കഥ ഓക്കെ, ശോകം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഈ പഴയ കാലഘട്ടത്തിലൊക്കെ കാണുന്ന ടൈപ്പ് കഥയാണ്. ഓക്കെ, അതായത് പഴയ ടെംപ്ലേറ്റ് കഥ, അത് പിന്നെയും ഇട്ട് റീസൈക്കിൾ എന്നൊക്കെ പറയത്തില്ല, അത് തന്നെയാണ് ഈ സാധനം. നത്തിങ് അറ്റ് ഓൾ ഡിഫറൻസ്. ആൻഡ് പിന്നെ ഇതിനകത്ത് ആക്ടിങ് ആണെങ്കിലും ആസ് ഓൾവേസ് മാർക്ക് ആൻ്റണിയെ നിങ്ങൾക്ക് അറിയാം, എല്ലാവരും ഓവറാണ്. ഇതിനകത്ത് എല്ലാവരും ഓവറാണ്. പിന്നെ എന്താ പറയുക, ഇതിൻ്റെ റൈറ്റിങ്, ഈ സാധനം ഞാൻ ഷസാമിൻ്റെ വീഡിയോയിൽ ഞാൻ കണ്ടതാണ്. ആൻഡ് ഇതിനകത്ത് എനിക്കത് പറയാൻ ആഗ്രഹമുണ്ട്. ഇത് ഈ അർത്ഥത്തിൽ നടക്കുന്ന പരിപാടിയല്ല. ബിക്കോസ് ഇതിൻ്റെ സെക്കൻഡ് ഹാഫിൽ ഒരു റെഫറൻസ് ഉണ്ട്, 4 പേരുടെ റെഫറൻസ് ഉണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഫാൻസിൻ്റെ കൂടെയാണ് ഞാൻ തിയേറ്ററിൽ, ഭാഗ്യത്തിന് ഞാനത് ഫാൻസിൻ്റെ കൂടെയാണ് കണ്ടത്. ആൻഡ് ആ ഒരു സീനിന് ഒരു എന്താ പറയുക, മിക്സ്ഡ് ഒപ്പീനിയൻ ആയിരുന്നില്ല. അതായത് കുറേ പേര് കൈയടിക്കുന്നു, കുറേ പേര് വിസിലടിക്കുന്നു, കുറേ പേര് ചിരിക്കുന്നു, കുറേ പേര് എന്താ പറയുക കൈ തലയിൽ വെക്കുന്നു, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. ഒരാളൊക്കെ എൻ്റെ അപ്പുറത്ത് നിന്ന് ചേട്ടനൊക്കെ ചിരിച്ച് മറിയായിരുന്നു. ആ സീൻ ചിരിച്ച് മറിയുന്നു, അതിലൂടെ വിസിലും, അതിലൂടെ കൈയടി, അങ്ങനത്തെയാണ്. അയ്യോ, അത് ഞാൻ സത്യം പറഞ്ഞാൽ ഞാനത് എന്തുവാണ് ഞാൻ വിളിച്ചു മേടിക്കാൻ. 1% പോലും ഇല്ല ഈ സിനിമയ്ക്ക് അത് ലോജിക്ക്. എന്താ പറയുക, ഒരു സംഭവമൊക്കെ ഉണ്ട് കേട്ടോ ഇതിന്. എന്താ പറയുക, ക്ലൈമാക്സ് ഫൈറ്റിൽ ചെറിയൊരു സ്പോയിലറാണ്, അതുകൊണ്ട് ഞാനത് ഇപ്പോഴേ പറയാം. സ്പോയിലറാണ്, ഇറ്റ്സ് നോട്ട് ദാറ്റ് ബിഗ് സ്പോയിലർ, അതുകൊണ്ട് ഞാൻ പറയാം. ക്ലൈമാക്സ് ഫൈറ്റിലേക്ക് വരുമ്പോൾ ഒരിടത്ത് ഇവനും അർജുൻ ദാസാണ് വില്ല്. അപ്പോൾ അർജുൻ ദാസും അജിത്തുമായിട്ട് ഫൈറ്റ് നടക്കുന്നു. പിന്നെ അതിൻ്റെ വേറൊരു ഇതിൽ എന്താ പറയുക, പ്രിസണിൽ ഇവൻ്റെ മോനെ കൊല്ലാൻ വേണ്ടി എന്താ പറയുക ഈ അർജുൻ ദാസ് ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് ജയിലിൽ. അപ്പോൾ അവരുമായിട്ടുള്ള ഇത്. ആൻഡ് ഈ പ്രിസണിൻ്റെ ഈ ഫൈറ്റിൽ എവിടുന്നോ നമ്മുടെ സുനിലും അത് എങ്ങനെ അവിടെ കയറി വന്നു എന്നൊന്നും എനിക്കൊരു പിടിയും കിട്ടിയില്ല.
there are a lot of issues, continuity issue ഒക്കെ കുറേ ഉണ്ട്. But this mostly like got my attention. Like എവിടുന്നോ കയറി വന്നു. പക്ഷെ നമ്മുടെ കൂടെ ഇരുന്ന ആൾക്കാർ, പക്ഷെ ഞാൻ പറയാം, ഈ സിനിമ ഞാൻ ഫാൻസിൻ്റെ കൂടെയാണ് കണ്ടത്. ആൻഡ് എൻ്റെ കൂടെ ഇരുന്ന ആൾക്കാർ അതൊന്നും ശ്രദ്ധിച്ചില്ല. ആ ഫൈറ്റിൻ്റെ ഒരു പാട്ട് ഇട്ടിട്ടുണ്ട്. ആ പാട്ടാണ് എല്ലാവരുടെയും അറ്റൻഷൻ പിടിച്ചിട്ട്. ഞാൻ മാത്രം ഉണ്ടാകുന്നുള്ളൂ തോന്നുന്നു ആ ഒരു ഇഷ്യൂ കണ്ടുപിടിച്ചത്. ബാക്കി എല്ലാവരും ആ പാട്ടും ഐഡിയും കണ്ട് അവിടെ നിന്ന് വിസിലും കൈയടിച്ചിരിക്കുന്നു. പിന്നെ നിങ്ങൾ ഈ സിനിമ കാണാൻ പോകുന്നുണ്ടെങ്കിൽ പ്ലീസ് ടു ഫൈൻഡ് എ പാക്ഡ് തിയേറ്റർ. ഓക്കെ, അതായത് അത്യാവശ്യം ഫാൻസുമായിട്ടൊക്കെ ഈ സിനിമ കാണണം. എന്നാലേ ആ ഒരു വൈബ് കിട്ടത്തുള്ളൂ നമുക്ക്. അല്ലാത്ത പക്ഷെ നിങ്ങൾ അവിടെ അന്തവും കുന്തവും വിട്ടിരിക്കും. എന്ത് പറയാനേ അവിടെ ഇരിക്കും. ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. പിന്നെ ഇതും എടുത്ത് പറയേണ്ടത് എനിക്ക് സത്യം പറഞ്ഞാൽ സിനിമാറ്റോഗ്രാഫി. അഭിനന്ദൻ രാമാനുജൻ എന്ന് പറയുന്ന മനുഷ്യനാണ്. കിട്ടില്ല സിനിമാറ്റോഗ്രാഫി, എസ്പെഷ്യലി ഭയങ്കര ഒരു ബ്രൈറ്റ് കളർ ടോണാണ് പിടിച്ചത്. മാർക്ക് ആൻ്റണി ഓൾസോ അങ്ങനെയാണ് പിടിച്ചിരിക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ എഡിറ്റർ ആരാണെന്ന് എനിക്ക് അങ്ങോട്ടെ കിട്ടില്ല എഡിറ്റിങ്. കാരണം ഫാസ്റ്റ് പേസ് ആണ് പടം. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് കഴിഞ്ഞത് എവിടെയാണെന്ന് അറിയാം. സിനിമ നിൽക്കുന്നത് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. ബിക്കോസ് നമ്മൾ അവിടെ ഇരിക്കുക, ഇതിങ്ങനെ തരികയാണ്. അതാണ് സംഭവം. അത് ഒരു എന്താ പറയുക. പിന്നെ മ്യൂസിക് GVP പൊളി. അത് എന്താ പറയുക, പുള്ളിയുടെ BGM ആയാലും ശരി, പുള്ളി പഴയ പാട്ടുകൾ സെലക്ട് ചെയ്താലും ശരി, എല്ലാം പോയിന്റ് പടം. ആ പാട്ടെല്ലാം പ്ലേസ് ചെയ്തേക്കുന്ന എല്ലാം കിട്ടലുമായിരുന്നു. അതാണ് ഗുഡ് ബാഡ് അഗ്ലി. ആൻഡ് അഭിനയിച്ചതിൽ അജിത്തിൻ്റെ റെഫറൻസിൻ്റെ എന്താ പറയുക അയ്യര് കളിയാണ്. റെഫറൻസിൻ്റെ ഒക്കെ അയ്യര് കളി. നിങ്ങൾ ചില ആൾക്കാരൊക്കെ പറയും, ഈ തളപതി ഫാൻസ് ഒക്കെ വന്നിട്ട് പറയും ഗോട്ടിലാണ് റെഫറൻസ് കൊണ്ടുവന്നത്. ഒന്നുമില്ല. ഈ സിനിമ ദിസ് ഇസ് മെയ്ഡ് ഓൺ റെഫറൻസ്. പാട്ടിൽ റെഫറൻസ്, പുള്ളിയുടെ പടത്തിൻ്റെ പേര് എന്താ പറയുക, പിന്നെ ഡയലോഗിലും പുള്ളിയുടെ പടത്തിൻ്റെ പേര് വെച്ചിട്ടുണ്ട്. ഇറ്റ്സ് ഓൾ ലൈക്ക് ആ ഒരു റൈറ്റിങ്ങിന് ഈവൻ ദോ ലോജിക്കൊന്നും ഇല്ല, ഒരു കണ്ടിന്യൂറ്റി ഇല്ലെന്ന് പറഞ്ഞാലും അതിനെ എനിക്ക് സല്യൂട്ട് ചെയ്യാൻ തോന്നുന്നൊരു പോയിന്റ് എന്ന് പറയുന്നത്, ഈ മീമും നമ്മളൊക്കെ ഇടുന്ന ഈ ഇൻസ്റ്റയിലൊക്കെ ഇടുന്ന മീംസും പിന്നെന്താ പറയുക, ഈ പടത്തിൻ്റെ പേരൊക്കെ പെർഫെക്റ്റായ ഓരോ ഡയലോഗിനും ഓരോ സീനിനും ഒക്കെ എന്താ പറയുക ആപ്റ്റാക്കി വെക്കുന്നില്ലേ. അവിടെയാണ് എനിക്കത് ഇഷ്ടപ്പെടുന്നത് ഈ സിനിമ. ദാറ്റ്സ് വൈ എനിക്ക് ഈ സിനിമ സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടത് ചോദിച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ടത്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനും പറ്റില്ല. ബിക്കോസ് ഫോർ സം റീസൺ ഐ ലൈക്ക് ദിസ് മൂവി ആൻഡ് ഐ വാസ് ഹാവിങ് എ ബ്ലാസ്റ്റ് ഇൻ ദ തിയേറ്റർ. അതായത് ഒരിടത്ത് പോലും ലാഗ് ഇല്ലാണ്ട് അവിടെ ഇരുന്ന് പടം തീർത്തു. ലാഗൊന്നും അടിക്കത്തില്ല കേട്ടോ, ഉള്ള കാര്യം പറയാം. ദിസ് നോ പോയിന്റ്. ഇതൊരു പോപ്കോൺ പടമാണ്. ഞാൻ പറഞ്ഞില്ല, ഇതിൻ്റെ കുറേ പേര് റിയാക്ഷൻ ഇട്ടപ്പോൾ അവരും പറയുന്നത് ദിസ് ഇസ് ജസ്റ്റ് എ പോപ്കോൺ പടം, നോ ലോജിക്, നത്തിങ് അറ്റ് ഓൾ. പിന്നെ ഇതിനകത്ത് ആ കാറിൻ്റെ പരിപാടി, ഞാൻ പറഞ്ഞ ലോജിക്ക് നോക്കരുത്, നോ ലോജിക്. അപ്പോൾ അതാണ് ഈ സിനിമ ഗുഡ് ബാഡ് അഗ്ലി. എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഡു വാച്ച് ഇറ്റ് വിത്ത് ഫാൻസ്. അഥവാ നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഫാൻസ് ഉണ്ടെങ്കിൽ അവരുടെ കൂടെ ഇരുന്ന് കാണുന്ന ഈ സിനിമ. അതാണ് എനിക്ക് പറയാനുള്ളത്. ആൻഡ് സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഗുഡ് ബാഡ് അഗ്ലി. GBU അജിത്തിൻ്റെ ലുക്ക് എല്ലാം കിടുവാണ്. ഓക്കെ, ഇതിനകത്ത് DAGing ഗ്രാഫിക്സ് പൊളിയാണ്, പക്ഷേ ഓൾ അതർ ഗ്രാഫിക്സ് ശോകം. മറ്റേ ഒരു ബ്ലാസ്റ്റ് എന്നൊക്കെ ഉണ്ട്, എൻ്റെ പോയിൻ്റോ വേറെ ലെവൽ സാധനം തന്നെയാണ് ബ്ലാസ്റ്റിംഗ് ഒക്കെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ സിനിമ. സോ ഇഫ് യു വോണ്ട് വാച്ച് ഇറ്റ്, please do watch it in theaters itself with fans, underline the word. കാരണം ഇത് നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് കണ്ടാൽ നമുക്കൊരു കുന്തവും അടിക്കത്തില്ല. സോ പ്ലീസ് ഡു വാച്ച് ദിസ് മൂവി വിത്ത് ഫാൻസ് ഇൻ എ തിയേറ്റർ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഗുഡ് ബാഡ് അഗ്ലി. ആൻഡ് നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലിടുക. ആൻഡ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ദിസ് വീഡിയോ.
അപ്പോൾ അങ്ങനെയാണ്. സബ്സ്ക്രൈബ് ദിസ് ചാനൽ, ലൈക്ക് ദിസ് വീഡിയോ. അപ്പോൾ അതാണ് സംഭവം. അണ്ടർ ദ നെക്സ്റ്റ് വീഡിയോ, ബൈ ഗൈസ്.